എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി സിൽക്കാര്യ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി സിൽക്യാര തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ സുരംഗ്. ഓപ്പറേഷൻ സുരംഗ് എന്നാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി സിൽക്യാര തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര്. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഒമേഗൽ. ഒമേഗലാണ് 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്താ കപൂറും വീർദാസും. ഏക്താ കപൂറും വീർദാസുമാണ് 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏത്? കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഒരു ചിത്രകാരനായിരുന്നു. തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ് അടുത്തിടെ ആവശ്യപ്പെട്ടത്? തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ് അടുത്തിടെ ആവശ്യപ്പെട്ടത്? മാലിദ്വീപ്. മാലിദ്വീപിലെ പുതിയ പ്രസിഡന്റായ മുഹമ്മദ് മുയിസു ആണ് തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രസിഡന്റ്. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ ഫിയ QD-10. ഫിയ QD-10 ആണ് കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് A ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് A ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് A ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണകല. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണകല മിമിക്രി. മിമിക്രിയാണ് സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണകല. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ട് CEO. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ട് CEO മിക്ക. മിക്കയാണ് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ട് CEO. 2023 ഡിജിറ്റൽ മത്സരക്ഷമതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ഡിജിറ്റൽ മത്സരക്ഷമതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 49. അമേരിക്കയാണ് ഒന്നാമത്. 2023 ഡിജിറ്റൽ മത്സരക്ഷമതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 49. 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യ. ബംഗളൂരുവിലാണ് 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായിരുന്നത്. 2023 ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2023 ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനി. നിത അംബാനിയാണ് 2023 ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. കലാരംഗത്ത് സിംഗപ്പൂർ ഏർപ്പെടുത്തിയ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ. കലാരംഗത്ത് സിംഗപ്പൂർ ഏർപ്പെടുത്തിയ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ മീര ചന്ദ്. മീര ചന്ദാണ് കലാരംഗത്ത് സിംഗപ്പൂർ ഏർപ്പെടുത്തിയ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ. പ്രഥമ ഇന്ത്യൻ ആർട്ട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദി. പ്രഥമ ഇന്ത്യൻ ആർട്ട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദി ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് പ്രഥമ ഇന്ത്യൻ ആർട്ട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദി.
ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ KPS മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ KPS മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സഞ്ജീവ് സന്യാൽ. സഞ്ജീവ് സന്യാലാണ് ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ KPS മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി നിലാവ്. നിലാവാണ് സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റായി തുടങ്ങിയ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ് ചലോ ആപ്പ്. ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ്. സ്വിസ് സംഘടനയായ IQ Air തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. സ്വിസ് സംഘടനയായ IQ Air തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് സ്വിസ് സംഘടനയായ IQ Air തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആകുന്നത്. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആകുന്നത് വെണ്ണം ശ്രീനിവാസ്. വെണ്ണം ശ്രീനിവാസാണ് ദക്ഷിണ നാവിക കമാൻഡിൻ്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആകുന്നത്. ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്. മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് WHC നടന്നത് എവിടെയാണ്? മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ബാങ്കോക്ക്. തായ്ലാൻഡിലെ ബാങ്കോക്കിലാണ് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത്. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായ ബോളിവുഡ് താരം. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായ ബോളിവുഡ് താരം ദീപിക പദുകോൺ. ദീപിക പദുകോണാണ് ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായ ബോളിവുഡ് താരം. 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി. 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തോന്നയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ് 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള ആപ്പ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള ആപ്പ് ശൈലി ആപ്പ്. ശൈലി ആപ്പാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള ആപ്പ്. ജ്ഞാനോദയത്തിൻ്റെ കേരള പരിസരം എന്ന ആശാൻ കവിതാ പഠനത്തിന് യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനോദയത്തിൻ്റെ കേരള പരിസരം എന്ന ആശാൻ കവിതാ പഠനത്തിന് യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രവീൺ KT. പ്രവീൺ KTക്കാണ് ജ്ഞാനോദയത്തിൻ്റെ കേരള പരിസരം എന്ന ആശാൻ കവിതാ പഠനത്തിന് യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2021 ഡിസംബർ 28 ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 150-ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 2021 ഡിസംബർ 28 ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 150-ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2021 ഡിസംബർ 28 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150-ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്. 2021 നവംബർ 25 അന്തരിച്ച B ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെട്ട കലാകാരനാണ്? 2021 നവംബർ 25 അന്തരിച്ച B ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെട്ട കലാകാരനാണ്? വയലിനിസ്റ്റ്. 2021 നവംബർ 25 അന്തരിച്ച B ശശികുമാർ ഒരു വയലിനിസ്റ്റായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഉത്സവം. ഉത്സവം ആപ്പാണ് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. രക്താർബുദം ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. രക്താർബുദം ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദം ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത്. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ, PM ജന്മൻ. PM ജന്മനാണ് ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി PM ജന്മൻ. ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി. ഇരുചക്രവാഹനങ്ങൾ
ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. ബൈക്ക് എക്സ്പ്രസ് പദ്ധതിയാണ് ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാം വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്? ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാം വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്? 60. ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ 60-ാം വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്. ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തിന് നൽകിയിരിക്കുന്ന പേര്? ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തിന് നൽകിയിരിക്കുന്ന പേര് അമതരാസു. ജാപ്പനീസ് പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണിത്. അമതരാസു എന്നാണ് ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തിന് നൽകിയിരിക്കുന്ന പേര് അമതരാസു. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ VR ലളിതാംബിക. ഡോക്ടർ VR ലളിതാംബികയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ. 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ ഡോക്ടർ M കുഞ്ഞാമൻ. ഡോക്ടർ M കുഞ്ഞാമനാണ് 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായ്, UAE. ദുബായിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്. ഫെഫ്ക സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഫെഫ്ക സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിബി മലയിൽ. സിബി മലയിലാണ് ഫെഫ്ക സംഘടനയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 പുരസ്കാരം ലഭിച്ചത്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബു. ഉല്ലല ബാബുവിനാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത്. ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം. ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം? ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം. 2023 ഡിസംബറിൽ OBC വിഭാഗക്കാർക്ക് പഞ്ചായത്തിലും നഗരസഭകളിലും സംവരണം ഏർപ്പെടുത്തിയത്? 2023 ഡിസംബറിൽ OBC വിഭാഗങ്ങൾക്ക് പഞ്ചായത്തിലും നഗരസഭകളിലും സംവരണം ഏർപ്പെടുത്തിയത് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് 2023 ഡിസംബറിൽ OBC വിഭാഗങ്ങൾക്ക് പഞ്ചായത്തിലും നഗരസഭകളിലും സംവരണം ഏർപ്പെടുത്തിയത്. രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത്? രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് കോട്ട. രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് കോട്ടയിലാണ്. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത്? 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളം. വേദി മഹാരാഷ്ട്രയായിരുന്നു. കേരളമാണ് 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത്. US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തത്? US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തത് ഒഥൻറ്റിക്. ഒഥൻറ്റിക് എന്ന പദത്തിനെയാണ് US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തത്. നിർമ്മിത ബുദ്ധി സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു. എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? 18 രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. നിർമ്മിത ബുദ്ധി സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു. 18 രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്.
2023 ബുക്കർ സമ്മാനം നേടിയത്? 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച്. പോൾ ലിഞ്ചാണ് 2023 ബുക്കർ സമ്മാനം നേടിയത്. ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFI ആണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? 54. ഇന്ത്യയുടെ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.